We are leaving. എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. You didn't even talk to my daughter. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. I can't see her weep after you leave. കല്യാണമല്ലേ അവളുടെ? Isn't it her wedding? ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ? Can't you just bless her and leave? എന്ത് പറഞ്ഞാ ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്? What should I say to bless her? എങ്ങനെയാ ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്? How should I bless her? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേര്. Isn't she my daughter? Give her to me. ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നു പോലെ. I shall look after her like gold. എടുത്തോണ്ട് പോക്കോ. You can take her and go. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേര്. Then you give her boy to her. അമ്മച്ചി എന്തായി പറഞ്ഞേ? Mom, what did you say now? പെറ്റ തള്ളയ്ക്ക് മനസ്സിലാവുള്ളൂ അതല്ല. Only the mother who gave birth can understand all that. ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? Didn't you see her with heart-wrenching pain inside? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. You grant her wish, dear sons. അവളെക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. I can't find a better person for him than her. ഇവിടെ നോക്കിയേ, ഞങ്ങൾ ഇറങ്ങുക, വി ആർ ലീവിങ്. വി ആർ ലീവിങ്ങിൻ്റെ മലയാളം ഞങ്ങൾ ഇറങ്ങുക എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. അതിനെ വീണ്ടും ചുരുക്കി ഞങ്ങൾ ഇറങ്ങുകയാ. അതിനെ തന്നെ ചില നാട്ടിൽ ഇറങ്ങുക എന്നും പറയും. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്നതിനും വി ആർ ലീവിങ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്, വി ആർ ഗോയിങ്. ഞങ്ങൾ വരുന്നുണ്ട്, വി ആർ കമ്മിങ്. ഞങ്ങൾ പുറപ്പെടുന്നുണ്ട്, വി ആർ സ്റ്റാർട്ടിങ്. ഇനി നമുക്ക് ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ആ സബ്ജക്റ്റ് മാറ്റിയിട്ട്, ഇപ്പം ഞങ്ങൾ എന്നാണെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ, നിങ്ങൾ, അവർ, അവന്, അവൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നോക്കണം. ഐ ആം ലീവിങ്, ഞാൻ ഇറങ്ങുകയാ. വി ആർ ലീവിങ്, നമ്മൾ ഇറങ്ങുകയാ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാ. യു ആർ ലീവിങ്, നിങ്ങൾ ഇറങ്ങുകയാ അല്ലെങ്കിൽ നീ ഇറങ്ങുകയാ. ദേ ആർ ലീവിങ്, അവർ ഇറങ്ങുകയാ. ഹി ഈസ് ലീവിങ്, അവൻ ഇറങ്ങുകയാ. ഷീ ഈസ് ലീവിങ്, അവൾ ഇറങ്ങുകയാ. ഗീത ഈസ് ലീവിങ്, ഗീത ഇറങ്ങുകയാ. ഗീത ആൻഡ് ഡോട്ടർ ആർ ലീവിങ്, ഗീതയും മകളും ഇറങ്ങുകയാ. സിംഗുലറിൻ്റെ കൂടെ ഈസും പ്ലൂറലിൻ്റെ കൂടെ ആറുമാണ് വരുന്നത്. പിന്നെ ഐയുടെ കൂടെ ആമാണ്. ഇവിടെ നോക്കിയേ, എൻ്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. യു ഡിഡിൻറ്റ് ഈവൻ ടോക്ക് ടു മൈ ഡോട്ടർ. നീ മിണ്ടിയില്ല, യു ഡിഡിൻറ്റ് ടോക്ക്. നീ മിണ്ടിയത് പോലുമില്ലല്ലോ, യു ഡിഡിൻറ്റ് ഈവൻ ടോക്ക്. ഇവിടെ മലയാളത്തിൽ നീ എന്നുള്ള വാക്കിവിടെ പറഞ്ഞിട്ടില്ല. എൻ്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ യു ചേർക്കണം. അല്ലാണ്ട് ഡിഡിൻറ്റ് ടോക്ക് ടു മൈ ഡോട്ടർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻറ്റൻസ് ശരിയാകില്ല. ഇനി നമുക്കിവിടെ യു മാറ്റിയിട്ട് ഐയും വിയും ഹിയും ഷീയും ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കാം. ഞാൻ മിണ്ടിയില്ല, ഐ ഡിഡിൻറ്റ് ടോക്ക്. ഞാൻ മിണ്ടി എന്നുള്ളതിന് ഐ ഡിഡ് ടോക്ക് എന്നാണ്. അപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഐ ഡിഡിൻറ്റ് ടോക്ക്. ഡിഡ് ടോക്കിനെ തന്നെ നമ്മൾ ടോക്ക്ഡ് എന്ന് പറയും. V1 V2 V3 ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. അപ്പം ആ ടോക്ക്ഡ് പറയും. പക്ഷേ ഐ ടോക്ക്ഡിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഐ ഡിഡ് ടോക്ക് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് പറയാൻ എളുപ്പമാണ്. ഐ ഡിഡിൻറ്റ് ടോക്ക്. ഞങ്ങൾ മിണ്ടിയില്ല, വി ഡിഡിൻറ്റ് ടോക്ക്. നിങ്ങൾ മിണ്ടിയില്ല, യു ഡിഡിൻറ്റ് ടോക്ക്. അപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഡിഡിൻ്റെ അടുത്ത് ഫ്രണ്ട് ഇട്ട് കൊടുക്കണം. ഡിഡിൻറ്റ് യു ടോക്ക്. നിങ്ങൾ മിണ്ടി, യു ഡിഡ് ടോക്ക്. നിങ്ങൾ മിണ്ടിയോ, ഡിഡ് എടുത്ത് ഫ്രണ്ട് ഇട്ട് കൊടുക്കണം. ഡിഡ് യു ടോക്ക്. അവർ മിണ്ടിയില്ല, ദേ ഡിഡിൻറ്റ് ടോക്ക്. അവൻ മിണ്ടിയില്ല, ഹി ഡിഡിൻറ്റ് ടോക്ക്. അവൾ മിണ്ടിയില്ല, ഷീ ഡിഡിൻറ്റ് ടോക്ക്. ഗീത മിണ്ടിയില്ല, ഗീത ഡിഡിൻറ്റ് ടോക്ക്. ഗീതയും മകളും മിണ്ടിയില്ല, ഗീത ആൻഡ് ഡോട്ടർ ഡിഡിൻറ്റ് ടോക്ക്. നേരത്തെ നമ്മൾ ഐ ആം ലീവിങ് പഠിച്ചപ്പോൾ, വി ആർ ലീവിങ് പഠിച്ചപ്പോൾ ഐയുടെ കൂടെ ആമായിരുന്നു, ഹി ഷീ അതിൻ്റെയൊക്കെ കൂടെ ഈസൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ആ ഡിഡിൻറ്റ് തന്നെയാണ് വരുന്നത്. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഡിഡിൻറ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഞാൻ പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ മിണ്ടിയില്ല എന്നുള്ളതിന് ഐ ഡിഡിൻറ്റ് ടോക്ക് അവിടെ വെച്ച് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഏത് വ്യക്തിയോടാണ് എന്നുള്ളത് എടുത്തെഴുതണം. ടോക്ക് ടു
മൈ ഡോട്ടർ എൻ്റെ മോളോട് മിണ്ടിയില്ല. അവനോട് മിണ്ടിയില്ലെന്നാണെങ്കിൽ ഡിഡിൻ ടോക്ക് ടു ഹിം. അവളോട് മിണ്ടിയില്ലെന്നാണെങ്കിൽ ഡിഡിൻ ടോക്ക് ടു ഹെർ. പക്ഷേ സംസാരിക്കുക എന്നുള്ളതിന് തന്നെ, മിണ്ടുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതിന് ടോക്കും പറയും സ്പീക്കും പറയും. സ്പീക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ എടുത്ത് ഏത് വ്യക്തിയോടാണ് എന്നുള്ളത് നമുക്ക് എടുത്തെഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മിണ്ടിയില്ല, ഐ ഡിഡിൻ സ്പീക്ക്, അത്രയും പറഞ്ഞാലും മതി. പക്ഷേ ടോക്കും ടെല്ലും ഒക്കെ പറയുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഏത് വ്യക്തിയോടാണെന്നുള്ളത് എടുത്തു പറയണം. ടെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക, സേ എന്ന് വെച്ച് കഴിഞ്ഞാലും പറയുക എന്നാണ്. ടെല്ല് പറയുമ്പോൾ ഏത് വ്യക്തിയോടാണ് പറഞ്ഞതെന്നുള്ളത് എടുത്തെഴുതണം. ടെൽ മീ, എന്നോട് പറയുക. ടെൽ ഹിം, അവനോട് പറയുക. പക്ഷേ സേ പറയുമ്പോൾ അതെടുത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നോക്കേ, നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവൾ പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഐ കാണ്ട് സീ ഹർ വീപ്പ് ആഫ്റ്റർ യു ലീവ്. കരയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ക്രൈ, അതായത് ശബ്ദമുണ്ടാക്കി കരയുന്നത്. എന്നാൽ ശബ്ദമുണ്ടാക്കാതെ കണ്ണീരൊക്കെ ഒഴുക്കി ഇമോഷണലായിട്ട് കരയുന്നതിന് വീപ്പ് എന്നാണ് പറയുന്നത്. ഐ കാണ്ട് സീ ഹർ വീപ്പ്, എനിക്ക് അവളുടെ കരച്ചിൽ കാണാൻ പറ്റില്ല. ഐ കാണ്ട് സീ, എനിക്ക് കാണാൻ പറ്റില്ല. വി കാണ്ട് സീ, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. യു കാണ്ട് സീ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദേ കാണ്ട് സീ, അവർക്ക് കാണാൻ പറ്റില്ല. ഹി കാണ്ട് സീ, അവന് കാണാൻ പറ്റില്ല. ഷീ കാണ്ട് സീ, അവൾക്ക് കാണാൻ പറ്റില്ല. ഗീത കാണ്ട് സീ, ഗീതയ്ക്ക് കാണാൻ പറ്റില്ല. ഗീത ആൻഡ് ഡോട്ടർ കാണ്ട് സീ, ഗീതയ്ക്കും മകൾക്കും കാണാൻ പറ്റില്ല. ഇവിടെയും ഐ, വി, യു, ദേ എല്ലാത്തിൻ്റെയും കൂടെ കാണ്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, എനിക്ക് കാണാൻ പറ്റും എന്നാണെങ്കിൽ ഐ ക്യാൻ സീ, പറ്റില്ല എന്ന് വരുവാണെങ്കിൽ ഐ കാണ്ട്. ഇനി എനിക്ക് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഐ കാണ്ട് ഗോ. എനിക്ക് വരാൻ പറ്റില്ല, ഐ കാണ്ട് കം. എനിക്ക് വരാൻ പറ്റും, ഐ ക്യാൻ കം. എനിക്ക് വരാൻ പറ്റില്ല, ഐ കാണ്ട് കം. ഇവിടെ നോക്കിയേ, അവളുടെ കല്യാണമല്ലേ, ഈസിൻറ്റ് ഇറ്റ് ഹെർ വെഡിങ്. അവളുടെ കല്യാണമാണോ, ഈസ് ഇറ്റ് ഹെർ വെഡിങ്. അവളുടെ കല്യാണമല്ലേ, ഈസിൻറ്റ് ഇറ്റ് ഹെർ വെഡിങ്. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഈസ്, ആമ്, ആറ്. ഐയുടെ കൂടെ ആമ് വരും. പിന്നെ ബാക്കിയുള്ള സിംഗുലർ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ് അതിൻ്റെയൊക്കെ കൂടെ ഈസാണ് വരുന്നത്. പിന്നെ പ്ലൂറലായിട്ടുള്ള യു, വി, ദേ ഇതിൻ്റെയൊക്കെ കൂടെ ആറാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആണോ എന്ന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ ഈസോ, ആമോ, ആറോ ആയിരിക്കും വരുന്നത്. ഇനി അല്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് ഈസിൻ്റ്, ആമിൻ്റ്, ആറിൻ്റ്. അപ്പം അല്ലേ എന്ന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ ഈസിൻ്റോ ആമിൻ്റോ ആറിൻ്റോ വരണം. ഇവിടെ ഈസിൻ്റ് ഇറ്റിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഈസിൻ്റ് വന്നത്. അടുത്തത്, ഞാൻ സുന്ദരിയാണോ, ആം ഐ ബ്യൂട്ടിഫുൾ. ഞാൻ സുന്ദരിയാണ് എന്നുള്ളതിന് ഐ ആം ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പം അത് ക്വസ്റ്റ്യനായിട്ട് വരണമെങ്കിൽ ആം എടുത്ത് ഫ്രണ്ടിൽ വരണം. ആം ഐ ബ്യൂട്ടിഫുൾ. ഞാൻ സുന്ദരി അല്ലേ, ആമിൻ്റ് ഐ ബ്യൂട്ടിഫുൾ. അവർ സഹോദരിമാരാണോ, ആർ ദേ സിസ്റ്റേഴ്സ്. അവർ സഹോദരിമാരല്ലേ, ആറിൻ്റെ സിസ്റ്റേഴ്സ്. നമുക്കറിയാം അവർ സഹോദരിമാരാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ് ദേ ആർ സിസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് വന്നപ്പം ആറെടുത്ത് ഫ്രണ്ടിൽ വന്നു. അവർ സഹോദരിമാർ അല്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് ദേ ആർ നോട്ട് സിസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് വന്നപ്പം ആറിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, ആർ യു ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ, ആറിൻ്റ് യു ഹാപ്പി. അവളുടെ കല്യാണം എന്നുള്ളതിന് നമ്മൾ ഹെർ വെഡിങ് എന്ന് പറഞ്ഞു. ഹെർ മീൻസ് അവളുടെ. ഐ ഞാൻ, മൈ എൻ്റെ. വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഔർ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ. യു നീ അല്ലെങ്കിൽ നിങ്ങൾ. യുവർ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ. ദേ അവർ ദെയർ അവരുടെ. ഹി അവൻ ഹിസ് അവൻ്റെ. ഷീ അവൾ ഹെർ അവളുടെ. ഗീതയുടെ എന്ന് പറയണമെങ്കിലോ ഗീത എന്ന് എഴുതിയിട്ട് മേളൊരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ്. ഇവിടെ നോക്കിയേ, ഹൗ ഷുഡ് ഐ ബ്ലെസ് ഹെർ. അവളെ ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്. ഹൗ ഷുഡ് ഐ ഗോ, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്. ഹൗ ഷുഡ് ഐ കം, ഞാൻ എങ്ങനെയാണ് വരേണ്ടത്. ഹൗ ഷുഡ് ഐ സേ, ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്. ഹൗ ഷുഡ് ഐ ആസ്ക്, ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്. അതായത് ഐ ഷുഡ് ആസ്ക്, ഞാൻ ചോദിക്കണം.
ഷുഡ് ഐ ആസ്ക്, ഞാൻ ചോദിക്കണോ? ഷുഡ് എടുത്ത് ഐയുടെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു. ഇനി ഷുഡ് ഐ ആസ്കിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇട്ട് കൊടുക്കാം. വാട്ട് ഷുഡ് ഐ ആസ്ക്, ഞാൻ എന്താ ചോദിക്കേണ്ടത്? വെൻ ഷുഡ് ഐ ആസ്ക്, ഞാൻ എപ്പോഴാണ് ചോദിക്കേണ്ടത്? വേർ ഷുഡ് ഐ ആസ്ക്, ഞാൻ എവിടെയാണ് ചോദിക്കേണ്ടത്? ഹൗ ഷുഡ് ഐ ആസ്ക്, ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അപ്പോൾ ഹൗ ഷുഡ് ഐ ബ്ലെസ് ഹർ, ഞാൻ എങ്ങനെയാണ് അവളെ അനുഗ്രഹിക്കേണ്ടത്? എന്തു പറഞ്ഞാൽ ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്? വാട്ട് ഷുഡ് ഐ സേ ടു ബ്ലെസ് ഹർ, അതായത് ഇവളെ അനുഗ്രഹിക്കാൻ ഞാൻ എന്താ പറയേണ്ടത് എന്നാണ്. എന്താ പറയേണ്ടത്? വാട്ട് ഷുഡ് ഐ സേ. എന്തിനാ പറയേണ്ടത്? വൈ ഷുഡ് ഐ സേ. എങ്ങനെയാ പറയേണ്ടത്? ഹൗ ഷുഡ് ഐ സേ. എൻ്റെ മോളല്ലേ ഇങ്ങ് തന്നേരെ. ഇസിൻ ഷീ മൈ ഡോട്ടർ, ഗിവ് ഹർ ടു മീ. അതായത് ഇവൾ എൻ്റെ മോളല്ലേ എന്നാണ്. അപ്പോൾ ഈസിൻ ഷീ മൈ ഡോട്ടർ. ഇവൾ എൻ്റെ മോളാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ് ഷീ മൈ ഡോട്ടർ. ഇങ്ങ് തന്നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇങ്ങ് തന്നേരെ എന്ന് ആണ്. ഇവളെ തരിക, ഗിവ് ഹർ ടു മീ, എനിക്ക്. ഗിവ് ഹർ ടു മീ. ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. ഐ ഷാൽ ലുക്ക് ആഫ്റ്റർ ഹർ ലൈക്ക് ഗോൾഡ്. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, സംരക്ഷിക്കുക, വളർത്തുക. ഐ വിൽ ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കും എന്നാണ്. ഐ ഷാൾ ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പൊന്നുപോലെ, ലൈക്ക് ഗോൾഡ്. അതിന് പകരമായിട്ട് വെല്ലെന്നിട്ടാലും മതി. അതായത് നന്നായിട്ട് നോക്കിക്കോളാം. ഐ ഷാൽ ലുക്ക് ആഫ്റ്റർ ഹർ വെൽ. എടുത്തോണ്ട് പോയിക്കോ. യു ക്യാൻ ടേക്ക് ഹർ ആൻഡ് ഗോ. ഇവിടെ എടുത്തോ എന്ന് പറയുന്നത് ഒരു അനുവാദം കൊടുക്കലാണ്. നമ്മൾ അനുവാദം കൊടുക്കുമ്പോൾ ക്യാൻ യൂസ് ചെയ്യാം. നിനക്ക് പോകാം, യു ക്യാൻ ഗോ. നിനക്ക് വരാം, യു ക്യാൻ കം. നിനക്ക് എടുക്കാം, യു ക്യാൻ ടേക്ക്. ടേക്ക് ഹർ ആൻഡ് ഗോ, അവളെ എടുത്തിട്ട് പോകൂ. എന്നോട് പറഞ്ഞിട്ട് പോകൂ എന്നാണെങ്കിലോ ടെൽ മീ ആൻഡ് ഗോ. കഴിച്ചിട്ട് പോകൂ എന്നാണെങ്കിലോ ഈറ്റ് ആൻഡ് ഗോ. എന്നിട്ട് അവളുടെ ചെറുക്കനെ അവൾക്കങ്ങ് കൊടുത്തേരെ. ദെൻ യു ഗിവ് ഹർ ബോയ് ടു ഹർ. ഇവിടെ എന്നിട്ട് എന്നുള്ളതിന് ദെന്നോ ആൻഡോ യൂസ് ചെയ്യാം. ഗിവ് കൊടുക്കുക, ഹെർ ബോയ് അവളുടെ ചെറുക്കൻ, ടു ഹർ അവൾക്ക്. ദെൻ യു ഗിവ് ഹർ ബോയ് ടു ഹർ. എന്നിട്ട് അവളുടെ ചെറുക്കനെ അവൾക്കങ്ങ് കൊടുത്തേക്കൂ. അമ്മച്ചി എന്താ ഈ പറഞ്ഞത്? മം, വാട്ട് ഡിഡ് യു സേ നൗ? വാട്ട് ഡിഡ് യു സേ, നിങ്ങൾ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ നൗ, നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? അതിനെയാണ് ഈ പറഞ്ഞത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്. നിങ്ങൾ എന്താ ചോദിച്ചത്? വാട്ട് ഡിഡ് യു ആസ്ക്. പെറ്റ തള്ളയ്ക്ക് മനസ്സിലാകുള്ളൂ അതെല്ലാം. ഒൺലി ദ മദർ ഹൂ ഗേവ് ബർത്ത് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൾ ദാറ്റ്. ഇവിടെ മദർ ഹൂ ഗേവ് ബർത്തിന് പകരമായിട്ട് ബർത്ത് മദർ എന്നും പറയാം. മനസ്സിലാകുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ പറ്റുക, ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മദർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒൺലി ദ മദർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയും കടിച്ചമർത്തി അവൾ നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ. ഡിഡിൻറ്റ് യു സീ ഹർ വിത്ത് ഹാർട്ട് റെഞ്ചിങ് പെയിൻ ഇൻസൈഡ്. ഹാർട്ട് റെഞ്ചിങ് പെയിൻ, ഹൃദയം നുറുങ്ങുന്ന വേദന. നിങ്ങൾ കണ്ടില്ലേ, ഡിഡിൻറ്റ് യു സീ. നിങ്ങൾ വന്നില്ലേ, ഡിഡിൻറ്റ് യു കം. നിങ്ങൾ പോയില്ലേ, ഡിഡിൻറ്റ് യു ഗോ. നിങ്ങൾ കഴിച്ചില്ലേ, ഡിഡിൻറ്റ് യു ഈറ്റ്. അവളുടെ ഇഷ്ടം നടത്തിക്കൊടുക്ക് മക്കളെ. യു ഗ്രാൻഡ് ഹർ വിഷ് ഡിയർ സൺസ്. ഗ്രാൻഡ് നടത്തിക്കൊടുക്കുക അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കുക. ഇവന് അവളേക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് ഫൈൻഡ് എ ബെറ്റർ പേഴ്സൺ ഫോർ ഹിം ദാൻ ഹർ. ഐ കാൺട്ട് ഫൈൻഡ്, എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. ഐ കാൺട്ട് സീ, എനിക്ക് കാണാൻ പറ്റില്ല. ഐ കാൺട്ട് ഗോ, എനിക്ക് പോകാൻ പറ്റില്ല. കനോട്ട് എന്നുള്ളതിനെ ചുരുക്കിയിട്ടാണ് ക്യാൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.